വെൽക്കം ബാക്ക് ടു റെയിൻബോ ക്ലാസ്സസ്. 9ാം ക്ലാസ്സിലെ CBSE 9ാം ക്ലാസ്സിലെ ബയോളജിയിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണ് അല്ലേ. സെല്ലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഫണ്ടമെന്റൽ എന്ന് വെച്ചാൽ എന്താ, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഘടകം, ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത്, ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണ്. ആ സെല്ലിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലൈൻ ബൈ ലൈനായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ്, അതായത് സെല്ലിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. While examining a thin slice of cork, Robert Hooke said that cork resembled the structure of a honeycomb consist of many little compartments. അതായത് റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹം ഒരു കോർക്കിൻ്റെ ഒരു സ്ലൈസിൽ എക്സാമിൻ ചെയ്യായിരുന്നു. അതായത് കോർക്കിൻ്റെ ഒരു സ്ലൈസിനെ അദ്ദേഹം മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ചിട്ട് അതിനെ നിരീക്ഷിക്കുകയായിരുന്നു. എക്സാമിൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിരീക്ഷിക്കുകയായിരുന്നു എന്നാണ് അർത്ഥം. എക്സാമിൻ ചെയ്യായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആ കോർക്കിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹണി കോമ്പിൻ്റെ സ്ട്രക്ചറിനോട് സിമിലാരിറ്റി ആയിട്ടുള്ളതായിട്ട് കണ്ടു. ഹണി കോമ്പ് എന്ന് വെച്ചാൽ എന്താ, തേനീച്ചയുടെ കൂടില്ലേ, ആ തേനീച്ചയുടെ കൂടിനെയാണ് നമ്മൾ ഹണി കോമ്പ് എന്ന് വിളിക്കുക. ആ ഹണി കോമ്പിന്റെ സ്ട്രക്ചറിനോട് സിമിലാരിറ്റി ഉള്ളതായിട്ട് കോർക്കിന്റെ സ്ട്രക്ചർ തോന്നി എന്നാണ് ആദ്യത്തെ സെന്റൻസിൽ പറയുന്നത്. നമുക്കറിയാം ഹണി കോമ്പ്, അതായത് തേനീച്ചയുടെ കൂട്ടം എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെ ഇരിക്കും അല്ലേ. കുറച്ചുകൂടി തിക്നെസ് കൂട്ടാം. തേനീച്ചയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏകദേശം ചെറിയ ചെറിയ റൂം പോലെ ഇങ്ങനെ ഇരിക്കും. തേനീച്ചയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. തേനീച്ചയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതേപോലെ കുറേ ചെറിയ ചെറിയ റൂം പോലെ, കമ്പാർട്ട്മെന്റ് പോലെ ആയിരിക്കും തേനീച്ചയുടെ സ്ട്രക്ചർ കാണാനല്ലേ. അതേപോലെ തേനീച്ചയുടെ സ്ട്രക്ചറിൽ കാണുന്ന അതേ കമ്പാർട്ട്മെന്റ് പോലെ ചെറിയ ചെറിയ കമ്പാർട്ട്മെന്റുകളും എന്തിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, ഈ നമ്മുടെ കോർക്കിന്റെ സ്ട്രക്ചറിൽ ഉണ്ടായിരുന്നു എന്നാണ് ഫസ്റ്റത്തെ സെന്റൻസിൽ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് തോന്നും, എന്താണ് കോർക്ക് എന്നല്ലേ. അതാണ് അടുത്ത സെന്റൻസിൽ പറയുന്നത്. കോർക്ക് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് കം ഫ്രം ദി ബാർക്ക് ഓഫ് എ ട്രീ. അതായത് നമ്മുടെ ട്രീകളുടെ ഒക്കെ പുറമേ കാണുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിൽ നിന്ന്, അതായത് തൊലിപ്പുറത്തുനിന്ന് വരുന്ന ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, കോർക്ക് എന്ന് വിളിക്കുക. ആ കോർക്കിലാണ് റോബർട്ട് ഹൂക്ക് എന്ത് നടത്തിയത്, ഈ എക്സ്പെരിമെന്റ് നടത്തിയത്. അങ്ങനെ എക്സ്പെരിമെന്റ് നടത്തിയപ്പോൾ ആ സ്ട്രക്ചർ, അതായത് കോർക്കിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹണി കോമ്പിന്റെ സ്ട്രക്ചറിനോട് സിമിലാരിറ്റി ഉണ്ടായിരുന്നു. ഒരു അറകള്, ചെറിയ ചെറിയ റൂമുകൾ പോലെ ചെറിയ ചെറിയ കമ്പാർട്ട്മെന്റുകളും എന്തിന്റെ സ്ട്രക്ചറിൽ കാണാൻ പറ്റിയെന്നാണ് പറയുന്നത്, ഈ കോർക്കിന്റെ സ്ട്രക്ചറിൽ കാണാൻ പറ്റിയെന്നാണ് പറയുന്നത്. This was in the year of 1665 when Hooke made this chance observation through a self-designed microscope. ഇത് 1665 ഈ എക്സ്പെരിമെന്റ് ഹുക്ക് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സെൽഫ് ഡിസൈൻഡ് ആയിട്ടുള്ള മൈക്രോസ്കോപ്പിലൂടെയാണ് അദ്ദേഹം ഈ എക്സ്പെരിമെന്റ് എല്ലാനും നടത്തിയതെന്നാണ് അടുത്ത സെന്റൻസിൽ പറയുന്നത്. റോബർട്ട് ഹുക്ക് കോൾഡ് ദിസ് ബോക്സസ് സെൽ. അപ്പം നമ്മൾ പറഞ്ഞു ഹണി കോംബ് ലൈക്ക് സ്ട്രക്ചർ പോലെയാണ് ഈ റോബർട്ട് ഹുക്കിന് അദ്ദേഹത്തിന്റെ കോർക്ക് എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ ഒബ്സർവ് ചെയ്തപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ടുപിടിച്ച ചെറിയ ചെറിയ ആ ബോക്സ് പോലത്തെയുള്ള സ്ട്രക്ചർ, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഏകദേശം ഒരു ബോക്സ് പോലെയുള്ള സ്ട്രക്ചറുകളാണ് നമ്മൾ ഹണി കോമ്പിന്റെ തേനീച്ച കൂട് കണ്ടിട്ടുണ്ടാവും. ചെറിയ ചെറിയ ബോക്സ് പോലത്തെയുള്ള ഭാഗങ്ങളുണ്ടാവും. അങ്ങനെ ആ കണ്ട ചെറിയ ചെറിയ കമ്പാർട്ട്മെന്റിനെ അദ്ദേഹം എന്ത് വിളിച്ചു എന്നാണ് പറയുന്നത്, അദ്ദേഹം വിളിച്ചത് സെൽ എന്നാണ് അദ്ദേഹം എന്ത് ചെയ്തത്, വിളിച്ചത്. കണ്ട, റോബർട്ട് ഹുക്ക് കോൾഡ് ദീസ് ബോക്സസ് സെൽ. ആ ബോക്സസിനെ അദ്ദേഹം സെൽ എന്ന് വിളിച്ചു. ഇനി സെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാറ്റിൻ വേർഡിൽ എ ലിറ്റിൽ റൂം എന്നാണ് അർത്ഥം. അപ്പോൾ സെല്ലിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാറ്റിൻ വേർഡിൽ സെല്ലിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിറ്റിൽ റൂം, എ ലിറ്റിൽ റൂം എന്നാണ് എന്തിന്റെ അർത്ഥം, സെല്ലിന്റെ അർത്ഥം. This may seem to be very small and insignificant incident, but it is very important in the history of science. അതായത് ആ കാലഘട്ടത്തിൽ ഇത് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിലും സയൻസിന്റെ ഹിസ്റ്ററിയിൽ ഇതെന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് തന്നെയാണെന്നാണ് പറയുന്നത്.
അത് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല, ജസ്റ്റ് വായിച്ച് വിട്ടാൽ മതി. ദിസ് വാസ് ദി വെരി ഫസ്റ്റ് ടൈം ദാറ്റ് സംവൺ ഹാഡ് ഒബ്സർവ്ഡ് ദാറ്റ് ലിവിങ് തിങ്സ് അപ്പിയർ ടു കൺസിസ്റ്റ് ഓഫ് സെപ്പറേറ്റ് യൂണിറ്റ്. ആദ്യത്തെ പ്രാവശ്യമാണ് എന്ത് പറഞ്ഞത്, ഒരാൾ ഒബ്സർവ് ചെയ്തിട്ടുള്ളത് ജീവനുള്ള ഓർഗാനിസത്തിൽ സെപ്പറേറ്റ് ആയിട്ടൊരു യൂണിറ്റ് ഉണ്ട്, അതായത് സെല്ലെന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട് എന്ന് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് അദ്ദേഹമാണെന്നാണ് പറയുന്നത്. അപ്പം സെല്ല് ആരാണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ റോബർട്ട് ഹുക്കാണ് എന്ന് നമുക്ക് പറയാൻ പറ്റണം. റോബർട്ട് ഹുക്കാണ് സെല്ല് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. ആദ്യമായിട്ട് സെല്ലിനെ ഡിസ്കവർ ചെയ്തത് റോബർട്ട് ഹുക്കാണ്. ദ യൂസ് ഓഫ് വേർഡ് സെൽ to describe this unit is being used till the day in biology. അതായത് ഇപ്പോഴെന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സെൽ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നുണ്ട് ബയോളജിയിൽ നിന്നാണ് അടുത്ത സെൻറ്റൻസ് പറയുന്നത്. ലെറ്റ്സ് us find about cells. ഇനി നമുക്ക് സെൽസിനെ പറ്റിയിട്ട് പഠിക്കാമെന്നാണ് പറയണം. അപ്പോൾ സെൽസിനെ പറ്റിയിട്ട് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ആ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്നത് ഒരു ഒനിയൻ്റെ സ്മോൾ പീസാണ്. ഒനിയൻ ബൾബിൻ്റെ സ്മോൾ പീസിനാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. ലെറ്റ് us take a small piece from a onion bulb. ഒനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സവോളയുടെ ഒരു ചെറിയ പീസ് നമ്മൾ മുറിച്ചെടുക്കുകയാണ്. മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കത്തി ഉപയോഗിക്കില്ലേ, ആ കത്തി പോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഫോർസെപ്സ് എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒനിയനിൽ നിന്ന് ചെറിയൊരു പീസ് നമ്മൾ ഒനിയൻ എടുത്തു. ആ ഒനിയനിൽ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് ഒരു ചെറിയൊരു പീസ് എന്ത് ചെയ്യാണ്, മുറിച്ചെടുക്കുകയാണ്. ഒനിയനിൽ നിന്ന് ചെറിയൊരു പീസ് നമ്മൾ ഇവിടെ നിന്ന് മുറിച്ചെടുത്തു വിത്ത് ഹെൽപ്പ് ഓഫ് ഫോർസെപ്പിൻ്റെ ഹെൽപ്പോട് കൂടി. We can peel off from the skin from the concave side of the onion. ഒനിയനിൻ്റെ കോൺകേവ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഒനിയനിൻ്റെ ഏറ്റവും ഉൾഭാഗത്ത് നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നർ സൈഡിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്കിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, പീൽ ഓഫ് ചെയ്തെടുക്കുന്നത്, ഇളക്കി മാറ്റുന്നത്. പീൽ ഓഫ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇളക്കി മാറ്റുന്നത്. ഈ നമ്മുടെ ഒനിയനിൻ്റെ സ്കിന്നിൻ്റെ പുറമെയുള്ള സ്കിന്നിൻ്റെ സ്കിന്നിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, എപ്പിഡെർമിസ്. അപ്പോൾ എപ്പിഡെർമിസ് എന്നാണ് ഒനിയനിൻ്റെ സ്കിന്നിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്ര അറിഞ്ഞു വെച്ചാൽ മതി. ദിസ് ലെയർ ക്യാൻ ബി പുട്ട് ഇമീഡിയറ്റ്ലി ഇൻ എ വാച്ച് ഗ്ലാസ് കണ്ടെയ്നിങ് വാട്ടർ. അപ്പോൾ നമ്മൾ ഒനിയൻ എടുത്തു, ഒനിയനിൽ നിന്ന് ഒരു ചെറിയ പീസ് മുറിച്ചെടുത്തു. ഇനി ഈ മുറിച്ചെടുത്ത പീസിനെ നമ്മൾ വാച്ച് ഗ്ലാസ്സിലോട്ടേക്ക് മാറ്റാണ്. ഈ വാച്ച് ഗ്ലാസ്സിൽ നിറയെ എന്തുണ്ട്, വെള്ളമുണ്ട്. ഈ വെള്ളത്തിൻ്റെ ഉള്ളിലോട്ടേക്ക് നമ്മൾ മുറിച്ചെടുത്ത ഒനിയൻ പീസ് എന്ത് ചെയ്യാണ്, മാറ്റാണ്. ദിസ് വിൽ പ്രിവെന്റ് ദ പീൽ ഫ്രം ഗെറ്റിംഗ് ഫോൾഡ് ഓർ ഗെറ്റിംഗ് ഡ്രൈ. വാട്ട് ഡു വി ഡു വിത്ത് ദിസ് പീൽ? അതിനുശേഷം ഇത് നമ്മൾ വെള്ളത്തിൽ ഇടുന്നത് എന്തിനാണെന്നാണ് ഇവിടെ പറയുന്നത്. എന്തിനാണ്? ദിസ് വിൽ പ്രിവെന്റ് ദ പീൽ ഫ്രം ഗെറ്റിംഗ് ഫോൾഡഡ് ഓർ ഗെറ്റിംഗ് ഡ്രൈഡ്. അതായത് ആ പീസ്, അതായത് ഒനിയനിൻ്റെ ആ ചെറിയ കഷ്ണം എന്ന് പറയുന്നത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തത്, നമ്മൾ ആദ്യം തന്നെ ഒനിയനിൻ്റെ ഒരു സ്മോൾ പീസ് നമ്മൾ എവിടെ നിന്ന് മുറിച്ചെടുത്തു, കോൺകേവ് സർഫസിൽ നിന്ന് മുറിച്ചെടുത്തു. കോൺകേവ് സർഫസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒനിയനിൻ്റെ ഉള്ളിലത്തെ സൈഡിൽ നിന്നാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. ഈ മുറിച്ചെടുത്ത പീസിനെ നമ്മൾ എവിടേക്ക് ഇടാണ്, ഒരു വെള്ളത്തിലോട്ടേക്ക്, അതായത് വാച്ച് ഗ്ലാസ്സിലേക്ക് ഇടാണ്. വാച്ച് ഗ്ലാസ്സിൽ എന്തുണ്ട്, വാട്ടർ ഉണ്ട്. ഈ വാട്ടറിലോട്ടേക്ക് ഇടാണ്. ഈ വാട്ടറിലോട്ടേക്ക് ഇടുന്നത് എന്തിനാണ്, ഡ്രൈ ആവാതെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാച്ച് ഗ്ലാസ്സിലോട്ടേക്ക് ഇടുന്നത്. ഇനി നമ്മൾ ഇതിന് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിലേക്ക് ഒരു ഗ്ലാസ് സ്ലൈഡ് എടുക്കും. നമ്മൾ ചെറിയൊരു ഗ്ലാസ് സ്ലൈഡ് എടുക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലെറ്റ് us take a ഗ്ലാസ് സ്ലൈഡ്. ഒരു ഗ്ലാസ് സ്ലൈഡ് എടുത്തു. പുട്ട് എ ഡ്രോപ്പ് ഓഫ് വാട്ടർ ഓൺ ഇറ്റ്. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് എന്ത് ചെയ്തു, കുറച്ച് വാട്ടർ ആഡ് ചെയ്തു. കുറച്ച് വാട്ടർ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. നമ്മളൊരു ഗ്ലാസ് ട്യൂബ് എടുത്തു, ഗ്ലാസ് സ്ലൈഡ് എടുത്തു. ആ ഗ്ലാസ് സ്ലൈഡിലോട്ടേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്തു, വാട്ടർ ആഡ് ചെയ്തു. കണ്ടോ, പുട്ട് എ ഡ്രോപ്പ് ഓഫ് വാട്ടർ ഓൺ ഇറ്റ്. ഒരു ഡ്രോപ്പ് ആഡ് ചെയ്യണുള്ളൂ കേട്ടോ, ഒരു ഡ്രോപ്പ് വാട്ടർ മാത്രമാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ പീൽ ചെയ്തെടുത്ത, വാച്ച് ഗ്ലാസ്സിൽ ഇട്ട് വെച്ച ആ സ്മോൾ പീസ് ഓഫ് പീൽ ചെയ്തെടുത്ത ആ ഒനിയനിൻ്റെ ചെറിയ പീസ് നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്ലൈഡിലോട്ടേക്ക് മാറ്റാണ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഒനിയൻ എന്ന് വിചാരിക്കുക. ഈ ഒനിയൻ നമ്മുടെ ചെറിയ പീസ് നമ്മൾ എന്ത് ചെയ്തു, വാച്ച് ഗ്ലാസ്സിൽ നിന്ന് ഇവിടേക്ക് ഗ്ലാസ് സ്ലൈഡിലോട്ടേക്ക് എന്ത് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്തു. മേക്ക് ഷുവർ ദാറ്റ് ദ പീൽ ഈസ് പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് ഓൺ ദി സ്ലൈഡിൽ പെർഫെക്റ്റ് ആയിട്ടുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, നോട്ടീസ് ചെയ്യണം. ഇനി എ തിൻ
camel hair paintbrush might be necessary to help transfer of the peel. അതൊന്നുമില്ല, ഒരു പീലിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രഷ് ഉപയോഗിക്കാം എന്നുള്ളതാണ് പറയുന്നത്. Now we put a drop of Safarian solution on this piece followed by cover slip. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നുണ്ട്. ആ സൊല്യൂഷൻ്റെ പേരാണ് സഫാരിയൻ സൊല്യൂഷൻ. ഇതിനകത്തേക്ക് നമ്മൾ സൊല്യൂഷൻ ആഡ് ചെയ്യുന്നുണ്ട്. ആ സൊല്യൂഷൻ്റെ പേരാണ് സഫ്രാനിയൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ സഫ്രാനിയൻ സൊല്യൂഷൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കവർ സ്ലിപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ മറയ്ക്കും. ഇതിനെ മറയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കവർ സ്ലിപ്പ് ഉപയോഗിക്കും. ഇതിനെ മറയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കവർ സ്ലിപ്പ്. കവർ സ്ലിപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത് മറച്ചു വയ്ക്കും. ഓക്കെ ആണല്ലോ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മേക്ക് ഷുവർ ദാറ്റ് പീൽ ഈസ് പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് ഓൺ ദി സ്ലൈഡ്. എ തിൻ കാമൽ പെയിന്റ് hair paint brush might be necessary to help transfer the peel. Now we put a drop of Safarian solution on the piece followed by cover the slip. അതാണ് കവർ സ്ലിപ്പ് ചെയ്തത്. ഇനി എന്താണ്, ടേക്ക് കെയർ ടു അവോയ്ഡ് എയർ ബബിൾസ്. അതായത് നമ്മൾ ഈ പ്ലേറ്റ് വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ സൂക്ഷിക്കണം. while putting the cover slip with the help of mounting needles. Ask your teacher for help. ടീച്ചറിന്റെ സഹായം നേടാമെന്നാണ് പറയുന്നത്. We have prepared a temporary mound of onion peel. Now observe the slide. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു സ്ലൈഡ് ഉണ്ടല്ലോ, ഈ സ്ലൈഡ് നമ്മൾ എന്ത് ചെയ്യണം, ലോ പവർ മൈക്രോസ്കോപ്പിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒബ്സർവ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഡയഗ്രാം തന്നിട്ടുണ്ട്. ഇവിടെ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഡയഗ്രാം നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന്റെ ഭാഗങ്ങളൊക്കെ അടയാളപ്പെടുത്താനൊന്ന് പഠിച്ചിരിക്കണം കേട്ടോ. ഇത് ഐ പീസ് ആണ്. നമ്മൾ ഈ ഒരു ഭാഗത്തേക്കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ വെക്കുന്ന സ്ലൈഡ് നോക്കുന്നത് ഈ ഒരു ഭാഗത്തൂടെയാണ്. അതുകൊണ്ടാണ് അതിനെ ഐ പീസ് എന്ന് വിളിക്കാം. പിന്നെ ബോഡി ട്യൂബ് ഉണ്ട്, ക്ലിപ്പ് ഉണ്ട്, മൈക്രോസ്കോപ്പ്, സ്ലൈഡ് ഉണ്ട്, കണ്ടൻസർ ഉണ്ട്, മിറർ ഉണ്ട്, ബേസ് ഉണ്ട്, സ്റ്റേജ് ഉണ്ട്. അങ്ങനെ ഓരോ ഭാഗങ്ങളും ഇതിൽ തന്നിട്ടുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് അടയാളപ്പെടുത്താനായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ആ ഭാഗം ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഇനി ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയില്ലേ, എന്തുണ്ടാക്കി, സ്ലൈഡ് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ വെക്കേണ്ട സ്ലൈഡ് നമ്മൾ പ്രിപ്പറേഷൻ നടത്തി. ഈ മൈക്രോസ്കോപ്പിലൂടെ നോക്കേണ്ട സ്ലൈഡ് നമ്മൾ ലെൻസിൽ കൂടെ നോക്കും. അതായത് മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്ലൈഡിനെ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഏകദേശം ഇങ്ങനത്തെ പോലത്തെ ഒരു ചിത്രമായിരിക്കും നമുക്ക് ഈ സ്ലൈഡ് മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നത്. കണ്ടാം, വാട്ട് ഡു വി ഒബ്സർവ് വെൻ വി ലുക്ക് ത്രൂ ദി ലെൻസ്. ലെൻസിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? ക്യാൻ വി ഡ്രോ ദി സ്ട്രക്ചേഴ്സ് ദാറ്റ് വി ഏബിൾ ടു സീ ത്രൂ ദി മൈക്രോസ്കോപ്പ് ഓൺ ദി ഒബ്സർവേഷൻ ഷീറ്റ്. അതായത് ഒബ്സർവേഷൻ ഷീറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കിട്ടിയിട്ടുള്ള ആ സംഭവത്തിന്റെ, അതായത് ആ സ്ട്രക്ചർ എന്ത് ചെയ്യാൻ, വരയ്ക്കാനാണ് പറയുന്നത്. ഡസ് ഇറ്റ് ലുക്ക് ലൈക്ക്, ഏകദേശം ഇതുപോലെയായിരിക്കും കാണാനെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റൂലേ, ഇത് നമ്മൾ കണ്ട റൂം പോലെ, ഏകദേശം നമ്മുടെ റൂം പോലത്തെയുള്ള ഒരു സ്ട്രക്ചറാണെന്ന് നമുക്ക് കാണാൻ പറ്റും. കണ്ട, റൂം പോലത്തെയുള്ള സ്ട്രക്ചറാണ് ഇത്. അതിൻ്റെ നടുക്ക് എന്തുണ്ട്, ഒരു ചെറിയ ഡോട്ട് പോലെയുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലേ, ബ്ലാക്ക് കളറിൽ കാണുന്ന ഡോട്ട് പോലത്തെ സ്ട്രക്ചർ. ആ ഡോട്ട് പോലെയുള്ള സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ്. അതേപോലെ തന്നെ ഇങ്ങനെ ഓരോ റൂം പോലത്തെയുള്ള സ്ട്രക്ചർ ഉണ്ടല്ലോ, ആ സ്ട്രക്ചറാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, സെല്ല് എന്ന് പറയുന്നത്. ആ സെല്ലിന്റെ ഉള്ളിൽ കാണുന്ന ഈ ബ്ലാക്ക് കളറുള്ള ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് സെല്ലിന്റെ സെന്റർ ആണ്. സെല്ലിന്റെ സെന്റർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസ് ആണ്. അപ്പോൾ ഏകദേശം നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ ഒരു സെല്ലിനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സെല്ല് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. കുറേ സെല്ലുകൾ കൂടിച്ചേർന്നിട്ടാണ് ഒരു ഓർഗൻസ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു സെല്ലിന്റെ സ്ട്രക്ചർ ഏകദേശം ഇതേപോലെ ആയിരിക്കും. ആ സെല്ലിന്റെ സെന്റർ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത ഭാഗത്തിലോട്ടേക്ക് പോവാം. ഓക്കെ, ഇനി we can try preparing temporary mounds of peel of onion different size. What do we observe? Do we see similar or structure or different structures എന്നാണ് ചോദിച്ചേക്കണേ. അതായത് ഇപ്പോൾ നമ്മൾ സ്ലൈഡ് ഉണ്ടാക്കിയല്ലോ, ഇതേപോലത്തെ സ്ലൈഡുകൾ നമ്മൾ ഡിഫറെൻറ്റ് സൈസിലുള്ള പ്ലാന്റ്സിൻ്റെ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു ചെറിയ
പാർട്ട് എടുത്തിട്ട് നമ്മൾ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുക, അതേപോലെ തന്നെ കുറച്ച് വലിയ പാർട്ട് ഇട്ടും സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് ഇത് രണ്ടും മൈക്രോസ്കോപ്പിലൂടെ വെച്ച് നോക്കുക എന്താണ് നിരീക്ഷിക്കുന്നതെന്നാണ് ചോദ്യം. കണ്ടോ, വാട്ട് വി ഒബ്സർവ്, ഡു വി സി സിമിലർ സ്ട്രക്ചർ ഓർ ഡിഫറെന്റ് സ്ട്രക്ചർ. അതായത് ചെറിയ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സ്ട്രക്ചറാണ് കാണുന്നത്, അതേപോലെ തന്നെ ഒരു പ്ലാന്റിന്റെ വലിയൊരു ഭാഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് സ്ട്രക്ചറാണ് കാണുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇത് രണ്ടും സിമിലർ ആയിട്ടാണോ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണോ വലിയ ഭാഗത്ത് നിന്നും ചെറിയ ഭാഗം എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതെന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം അല്ലേ എന്തായിരിക്കും സംഭവിക്കാന്ന്. എന്താ നിങ്ങൾക്ക് എല്ലാ ഐഡിയ ഉണ്ടോ? എന്താ ഒരുപോലത്തെ സ്ട്രക്ചർ ആയിരിക്കും വലിയ പാർട്ടും ചെറിയ പാർട്ടും എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത്? അതിനുള്ള ആൻസർ ഇവിടെ കിടക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. വാട്ട് ആർ ദി സ്ട്രക്ചേഴ്സ്? ഈ സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ദി സ്ട്രക്ചേഴ്സ് ലുക്ക് സിമിലർ ടു ഈച്ച് അതർ. അതായത് നമ്മൾ വലിയ പാർട്ട് എടുത്താലും അതേപോലെ തന്നെ വലിയ പാർട്ട് എടുത്താലും എന്താണ്, എല്ലാത്തിലും സെയിം ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാകുക. ടുഗദർ ദേ ഫോം എ ബിഗ് സ്ട്രക്ചർ ലൈക്ക് എ ഒനിയൻ ബൾബ്. അതായത് നമ്മളിവിടെ പഠിച്ചു ഇതിലുള്ള ഇങ്ങനെയായിരിക്കും നമ്മുടെ ഒരു സെല്ലിന്റെ സ്ട്രക്ചർ ഇരിക്കുന്നുണ്ടാവുക. ഈ സെല്ലിലെ ഓരോ പാർട്ടും ഈ കാണുന്ന ചെറിയ ചെറിയ പാർട്ടുകൾ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, ഒരു വലിയ ഒരു ഓർഗാനിസംസ് ഉണ്ടാവുന്നത് അല്ലേ. അപ്പൊ അതിലെ ഓരോ പാർട്ടും എന്തായിരിക്കും, ഒന്നിനോട് സിമിലർ ആയിരിക്കും ഉണ്ടാകുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പാർട്ടുകൾ കൂടി ചേർന്നിട്ടാണ് ബിഗ് സ്ട്രക്ചർ ആയിട്ട് മാറുന്നതെന്നാണ് പറയുന്നത്. വി ഫൈൻഡ് ഫ്രം ദിസ് ആക്ടിവിറ്റി ദാറ്റ് ഒനിയൻ ബൾബ് ഓഫ് ഡിഫറെന്റ് സൈസ് ഹാവ് സിമിലർ സ്മോൾ സ്ട്രക്ചർ വിസിബിൾ അണ്ടർ മൈക്രോസ്കോപ്പ്. അതായത് ഡിഫറെന്റ്, ഇപ്പൊ നമ്മൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് കിടക്കുന്നത്. ഡിഫറെന്റ് സൈസിലുള്ള ഒനിയൻ ബൾബുകളുടെ പീസ് എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അതിനെല്ലാത്തിനും ഒരേ സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക. അതായത് ഇപ്പൊ ചെറിയ പീസ് എടുത്ത് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ വെച്ച് നോക്കിയാലും അതേപോലെ തന്നെ വലിയ പീസ് എടുത്ത് മൈക്രോസ്കോപ്പിലൂടെ വെച്ച് നോക്കിയാലും രണ്ടിനും ഒരേപോലത്തെ സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ചെറിയ ബൾബിന്റെ പാർട്ടിന് വേറെ സ്ട്രക്ചറും വലിയ ബൾബിന്റെ പാർട്ടിന് വേറെ സ്ട്രക്ചറും, അങ്ങനെ ഒരു ഇതില്ല, എല്ലാത്തിനും ഒരേപോലത്തെ സ്ട്രക്ചർ ആയിരിക്കും കിട്ടാന്നാണ് പറയുന്നത്. The cells of the onion pea will all look the same regardless of the size of the onion they come from. അതായത് ഒനിയനിന്റെ സൈസിനെ റിഗാർഡർലെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധിപ്പിക്കാതെ, അതായത് അതുമായിട്ട് ഒരു ബന്ധമില്ല സെൽസിന്. സെല്ലിന്റെ സ്ട്രക്ചർ ഇപ്പോൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എന്തായിരിക്കും, എല്ലാത്തിനും ഒനിയൻ പീലിന്റെ സെല്ലിന്, അതായത് ഒനിയനിൽ നിന്നാണ് ആ പീലെടുത്തത് എങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സെല്ലിനും എന്തായിരിക്കും, സ്ട്രക്ചർ സിമിലർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ദി സ്മോൾ സ്ട്രക്ചേഴ്സ് ദാറ്റ് വി സീ ആർ ബേസിക് യൂണിറ്റ് ഓഫ് ദി ഒനിയൻ ബൾബ്. അങ്ങനെ നമ്മൾ കണ്ട ചെറിയ ചെറിയ ആ സ്ട്രക്ചേഴ്സ് ആണ് ഒനിയൻ ബൾബിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് യൂണിറ്റ് എന്ന് വെച്ചാൽ. ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ ഒരു വീട് പണിയാനായിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ് ഇഷ്ടിക എന്ന് പറയുന്നത്. ഇഷ്ടികകൾ ഒന്ന് അടുക്കി വെച്ചിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, വീടുണ്ടാവുന്നത്. അപ്പൊ വീടുണ്ടാവാൻ വേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഇഷ്ടികയാണ്. അപ്പൊ നമുക്ക് ഇഷ്ടികനെ വീടിന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് വിളിക്കാലോ. അതേപോലെ തന്നെ നമ്മുടെ ഒനിയൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ബേസിക് ബിൽഡിംഗ് ബ്ലോക്കാണ് ആ ചെറിയ ചെറിയ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ദി സ്ട്രക്ചേഴ്സ് ആർ കോൾഡ് സെൽസ്. ആ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, സെൽസ്. അപ്പൊ ആ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, സെൽസ് എന്നാണ് നമ്മൾ ആ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേര്. Not only onion but all organisms that we observe around are made up of cells. ഒനിയനിന്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ഓർഗാനിസംസും എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്, സെല്ല് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. However, they are also single cell that live their own. അതായത് ഒരു സിംഗിൾ സെല്ലാണെങ്കിലും അവരെന്ത് ചെയ്യുന്നുണ്ട്, അവര് ജീവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സിംഗിൾ സെല്ലുടെ ഓർഗാനിസത്തിനെ പറ്റിയിട്ടും മൾട്ടി സെല്ലായിട്ടുള്ള ഓർഗാനിസത്തിനെയും പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദ ഇൻവെൻഷൻ ഓഫ് മാഗ്നിഫൈഡ് ലെൻസ് ലീഡ് ടു ദ ഡിസ്കവറി ഓഫ് മൈക്രോസ്കോപ്പിക് വേൾഡ്. അതായത് മാഗ്നിഫൈ ആയിട്ട്, അതായത് വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്ന ലെൻസുകളുടെ കണ്ടുപിടുത്തം മൈക്രോസ്കോപ്പിക് വേൾഡിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസ്കവറി ആയിരുന്നു എന്നാണ് പറയുന്നത്. It is now know that single cell may constitute the whole organism as in amoeba. അതായത് ഒരു സെല്ല് മാത്രമുള്ള ഓർഗാനിസത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. അതിന് യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസത്തിന് എക്സാമ്പിൾസ് ആണ് അമീബ, ക്ലാമിഡോമോണസ്,
അമീബ, ക്ലാമിഡോമോണസ്, പാരമീസിയം, ബാക്ടീരിയ. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? സിംഗിൾ സെല്ലഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിന് എക്സാമ്പിൾ ആണ്. ഏതൊക്കെയാണ്? അമീബ, ക്ലാമിഡോമോണസ്, പാരമീസിയം, ബാക്ടീരിയ എന്നൊക്കെ പറയുന്നത് സിംഗിൾ സെല്ലഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിന് എക്സാമ്പിൾ ആണ്. ഈ ഓർഗാനിസത്തിനൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. യൂണി എന്ന് വെച്ചാൽ എന്താ? സിംഗിൾ എന്നാണ് അർത്ഥം. ഒരു സെല്ല് മാത്രമുള്ള ഓർഗാനിസത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്ന് വിളിക്കാം. അപ്പോൾ ഒരു സെല്ല് മാത്രമുള്ള ഓർഗാനിസത്തിന്റെ എക്സാമ്പിൾസ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അമീബ, പാരമീസിയം, ക്ലാമിഡോമോണസ്, ബാക്ടീരിയ. ഇവരൊക്കെ ഒരു സെല്ല് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. മൾട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? മെനി എന്നാണ് അർത്ഥം. അപ്പൊ എന്താണ്? ഒന്നിൽ കൂടുതൽ സെല്ലുള്ള ഓർഗാനിസത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഈ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസത്തിന് എക്സാമ്പിൾസ് ആണ് ഫംഗസ്, പ്ലാന്റ്സ്, അനിമൽസ് എന്നൊക്കെ പറയുന്നത്. എന്തിന് എക്സാമ്പിൾ ആണ്? മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള അനിമൽസിന് എക്സാമ്പിൾസ് ആണ്. ഇനി മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൽ എന്താണ് സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സെല്ലുകൾ, മിനി സെൽസ്, ഒന്നിൽ കൂടുതൽ സെൽസുകൾ കൂടിച്ചേർന്നിട്ട് ഒരു സിംഗിൾ ബോഡി ആയിട്ട് മാറും. ഒരു സിംഗിൾ ബോഡി ആയിട്ട് മാറും. അതിലെ ഓരോ സെൽസും എന്താണ് ചെയ്യുന്നത്? ഓരോരോ ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഓൺ ദി അതർ ഹാൻഡ് മെനി സെൽസ് ഗ്രൂപ്പ് ടുഗദർ ഇൻ എ സിംഗിൾ സെൽ ആൻഡ് അസ്യൂം ഡിഫറെന്റ് ഫംഗ്ഷൻ ഇൻ ഇറ്റ് ടു ഫോം എ വേരിയസ് പാർട്ട് ഇൻ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസത്തിന് എക്സാമ്പിൾസ് ആണ് ഫംഗസ്, പ്ലാന്റ്സ്, അനിമൽസ് എന്നൊക്കെ പറയുന്നത്. ഇനി എവരി മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ഹാസ് കം ഫ്രം സിംഗിൾ സെൽ. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ഒന്നിൽ കൂടുതൽ സെല്ലുള്ള ഓർഗാനിസംസും വരുന്നത് എന്തിൽ നിന്നാണ്? ഒരു സെല്ലുള്ളതിൽ നിന്നാണ്. സിംഗിൾ സെല്ലിൽ നിന്നാണ് എല്ലാ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസും വരുന്നത്. അതെന്താ സംഭവിക്കണം? ഇപ്പോൾ ഒരു സെല്ല് മാത്രമുള്ള ഒരു ഓർഗാനിസം ആണെങ്കിൽ ഈ സെല്ല് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്തിട്ട് 2 സെൽ ഉണ്ടാവും. അടുത്തത് 2 സെല്ലാവും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഒന്നിൽ കൂടുതൽ സെൽസ് ഉള്ള ഓർഗാനിസംസ് ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. അതാണ് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. സെൽസ് ഡിവൈഡ് ടു പ്രൊഡ്യൂസ് സെൽസ് ഓഫ് ദർ ഓൺ കൈൻഡ്. സെൽസ് ഡിവൈഡ് ചെയ്തിട്ട് അവരുടെ തന്നെ പുതിയ സെൽസ് ഉണ്ടാകും. ഓൾ സെൽസ് ദസ് കം ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. എല്ലാ സെൽസും വരുന്നത് മുമ്പുള്ള ഒരു സെല്ലിൽ നിന്നാണ്. ഓൾ സെൽസ് ദസ് കം ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. മുമ്പുള്ള ഒരു സെല്ല്. പ്രീ എക്സിസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സെല്ല്. ഈ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് 2 സെൽസ് ഉണ്ടാവും. ഈ സെല്ലിൽ നിന്ന് വീണ്ടും 2 സെൽസ് ഉണ്ടാവും. അടുത്ത സെല്ലിൽ നിന്ന് 2 സെൽ ഉണ്ടാവും. അപ്പോൾ ഒരു സെല്ല് വരുന്നത് അതിന് തൊട്ട് മുമ്പുള്ള സെല്ലിൽ നിന്നാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഓൾ സെൽസ് ദസ് അറൈസിങ് കം ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയും പോർഷൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഈ ഭാഗത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത പാർട്ടിൽ നമുക്ക് അടുത്ത ഭാഗങ്ങൾ നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്താണ്, മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്താണ്, സെല്ല് നമുക്ക് എങ്ങനെ ഒബ്സർവ് ചെയ്യാം, അത് ഒബ്സർവ് ചെയ്യാനായിട്ട് നമുക്കൊരു സ്ലൈഡ് എങ്ങനെ പ്രിപ്പറേഷൻ നടത്താം എന്നൊക്കെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. യൂണിസെല്ലുലാർ ഓർഗാനിസം, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് വളരെ കുറച്ച് ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഈ ചാപ്റ്ററിൻ്റെ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ. താങ്ക്